ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു റിവേഴ്സൽ റാലിയൊക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഇന്നലെ നമ്മളെ നിഫ്റ്റിയുടെ പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24,400 POC പറഞ്ഞു, 24,585 മുകളിൽ നിഫ്റ്റി ബുള്ളിഷ് എന്ന് പറഞ്ഞു. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് 24 നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയാം നമ്മളെ ബെയറിഷ് റെഫറൻസ് നമ്മൾ നിഫ്റ്റി നിഫ്റ്റിയിൽ നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24 330ക്ക് താഴെയാണ് ബെയറിഷ് റെഫറൻസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി കൃത്യമായി ഓപ്പൺ ചെയ്തേക്കുന്നതെന്ന് മോർണിംഗിൽ വന്ന് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 330 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ആശ ഓപ്പൺ ചെയ്തിട്ടില്ല. 330-40 ഒന്ന് ബ്രേക്ക് ചെയ്ത് തിരിച്ച് കയറിയപ്പോൾ നമ്മൾ ബുള്ളിഷ് റെഫറൻസ് 585 ആയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞ പ്രകാരം. 585 കട്ട് ചെയ്ത് അവ ഏകദേശം പറഞ്ഞാൽ 602 വരെ പോയി. ചുരുക്കി പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് അവ കൃത്യമായിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി ആണെങ്കിൽ അതേ മിഡ് ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ഓൾമോസ്റ്റ് നമ്മളെ ബെയറിഷ് റെഫറൻസ് 465 ആണ്. ആ 465യുടെ ഭാഗത്തെ വന്നിട്ടില്ലായിരുന്നു. ഇടയ്ക്കൊന്ന് 465 ഒന്ന് ബ്രേക്ക് ചെയ്തു, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് കൃത്യമായിട്ട് കയറിപ്പോയ ദിവസമായിരുന്നു. അവിടുന്ന് കയറി അവൻ ബുള്ളിഷ് റെഫറൻസ് 614 ആയിരുന്നു, അവിടെ തട്ടി നിൽക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ എല്ലാ POC ഇന്നലത്തെ POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത്. അതേസമയം നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 54,890 ആണ് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ബെയറിഷ് റെഫറൻസ് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്ത് 54,890 ഒന്നും പൊട്ടിയിട്ടില്ല കൃത്യമായി പറയുന്നത്. അവൻ ആ ഒരു 890യുടെ ഭാഗത്ത് 9 കാലം നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് 931 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ലോ എന്ന് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെയറിഷ് റെഫറൻസും കട്ട് ചെയ്തിട്ടില്ല. ബുള്ളിഷ് റെഫറൻസ് 55,405 മുകളിലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് ബെയറിഷ് ഫസ്റ്റ് ടാർഗറ്റിന്റെ അവിടം വരെ പോയി നിൽക്കുന്നതല്ലാതെ കയറിയിട്ടൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇന്നലത്തെ ബെയറിഷ് റെഫറൻസിനിടയ്ക്കും ഇന്നലത്തെ ബുള്ളിഷിനിടയ്ക്കുള്ള ഒരു മൊമെന്ററിയം ട്രേഡ് മാത്രമേ നിഫ്റ്റി തന്നുള്ളൂ. പക്ഷേ ഒരു നല്ല രീതിയിലൊരു ഷോർട്ട് കവറിങ്, അതായത് നിഫ്റ്റി ഒരു 200 പോയിന്റ് അപ്പും ബാങ്ക് നിഫ്റ്റി ഒരു 427 പോയിന്റ് അപ്പും മിഡ് ക്യാപ്പ് ഒരു 95 പോയിന്റ്സും അപ്പ് ആയ പൊതുവേ എന്താണ് തിരിച്ചടി കൊടുത്തു. അപ്പോൾ തിരിച്ചൊരു കയറ്റം കയറിയ ഒരു ദിവസവും കൂടെ നിന്ന് കൃത്യമായിട്ട് കടന്നു പോയത്. അപ്പോൾ നമ്മളെ പ്രകാരം നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിക്കറിയാൻ പറ്റും. നിഫ്റ്റി ഇന്ന് നമുക്ക് കൃത്യമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിൽ നമുക്ക് കുറച്ച് ന്യൂസുകളുണ്ട്. അപ്പോൾ നാളെ വൈകിട്ടാണ് സമയത്ത് നമുക്ക് എക്കണോമിക് കലണ്ടർ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാളെ വൈകിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷനും അതേപോലെ തന്നെ നാളെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ആരെയാണ് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ നാളെ വൈകിട്ട് 4 മണിയാകുമ്പോൾ നമ്മുടെ CPI നമ്മുടെ ഇൻഫ്ലേഷനാണ് ജൂലൈയുടെ. അതേ സമയത്ത് വൈകിട്ടാകുമ്പോൾ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ. ചുരുക്കി പറഞ്ഞാൽ നാളെ അമേരിക്കയുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നൊരു ദിവസവും കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വോൾട്ടൈൽ മൂവ് നാളത്തെ മാർക്കറ്റിലേക്ക് കാണും. അത് നമ്മുടെ കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒരു അടിയിൽ നിന്ന് തിരിച്ച് കയറാൻ വേണ്ടി അടുത്ത അടിക്കാണോ അടുത്ത കയറ്റത്തിലാണോ എന്ന് അറിയാത്ത ഒരു റേഞ്ചിലാണ് നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്ന 24,562 ഭാഗത്താണ്. നമ്മുടെ POC നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. POC കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ POC നിഫ്റ്റിയുടെ സ്പോട്ടിന്റെ POC വന്നിരിക്കുന്നത് 24,500. നിഫ്റ്റിയുടെ സ്പോട്ടിന്റെ POC വന്നിരിക്കുന്നത് 24,000 കൃത്യമായിട്ട് പറയാം 24,434ന്റെ ഭാഗത്താണ് POC. ഇന്നലത്തെ POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് ഏകദേശം ഇന്നത്തെ POC ഫോം ചെയ്തിരിക്കുന്നത് 24,434ന്റെ ഭാഗത്താണ് ഇപ്പോൾ POC. ഇപ്പം ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിക്ക് 24,434 POC ഒരു മാറ്റമില്ല കേട്ടോ. ഓൾമോസ്റ്റ് സെയിം 24,434ന്റെ ഭാഗത്തൊക്കെയാണ് POC നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. വേറെ POC ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ മാർക്കറ്റിലെ ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി. ബുള്ളിഷ് 24,623, അതായത് ഈ ഒരു POCക്ക് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. അതായത് 24,623ക്ക് മുകളിലാണ് ഞാൻ നിഫ്റ്റിയിൽ ഇനി ബൈയെ കുറിച്ച് 24,623 മുകളിൽ നിഫ്റ്റി സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതിന് ബൈ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മൊമെന്റ് മാർക്കറ്റിൽ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 24,692ന്റെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,692, 24,692ന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന്
സെക്കൻഡ് അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? അടുത്തത് 24,743 ഭാഗത്തേക്ക്. എത്രയാണ്? അടുത്തത് 24,743 R2 എന്ന് പറയുമ്പോൾ 24,743 ഭാഗത്തേക്ക് പോവാനും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു POC ആയ അടുത്ത അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,850 വരെ 850 വരെ 24,810 വരെ 24,810 വരെയും വരാനുള്ള ചാൻസ്. അവിടെ ഒരു ചെറിയ സെല്ലിംഗ് നടന്നതാണ്. ഈ ഒരു ഏത് ദിവസമാണ്? 31 ജൂലൈക്ക് സെല്ലിംഗ് വന്ന ഏരിയയാണ്. അപ്പോൾ 24,810 വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി സെക്കൻഡ് സീനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ബുള്ളിഷ് ഏരിയ അകത്ത് നിൽക്കുക ഇന്നത്തെ പ്രൊഫൈലിനകത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് റിട്രേസ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ പ്രൊഫൈലിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് റിട്രേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ആശാനിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബെയറിഷ് റെഫറൻസ് എവിടെയാണ്? സോ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഈ 24,376 അല്ലെങ്കിൽ ഇന്നലെ വന്ന സെല്ലിംഗ് ആയ 24,330 താഴെ മാത്രമേ ഞാൻ ഒരു ബെയറിഷ് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം അതിന് താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. 24,330 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോകാം? അവനെ സംബന്ധിച്ച് പഴയ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,330 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,281 ഈ ഒരു POCയുടെ ഭാഗത്ത് എസ് കൊണ്ട് നമ്മൾ 24,280 24,280 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ 24,224 ഭാഗത്തേക്ക് S2 എത്രയാണ്? 24,220 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ 24,330 പൊട്ടിയാൽ മാത്രമേ മാർക്കറ്റ് അടിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി എങ്ങോട്ട് വരാം? 24,280 24,220 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് അങ്ങനെ വലിയ കാര്യമായ മാറ്റമൊന്നും മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് ഇല്ല. ആശാനെ സംബന്ധിച്ച് വളരെ മാറ്റം അങ്ങനത്തെ കാര്യമായ മാറ്റമൊന്നും മാർക്കറ്റിൽ കണ്ടിട്ടില്ല. സോ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ POC വന്ന് കൃത്യമായി നിങ്ങൾ നോക്കിയ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് അവ ആ ഒരു റേഞ്ച് ഒക്കെ ഇങ്ങനെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡൗൺവേർഡ് റാലി ഇങ്ങനെ എടുത്തത് വരെയാണ്. ഇന്നൊരു റിവേഴ്സൽ റാലി ആദ്യമായിട്ടാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. മിഡ് ക്യാപ്പ് നിഫ്റ്റി ഓറർ ടൈപ്പ് ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് സംബന്ധിച്ച് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഡേ ടൈപ്പ് ഒന്ന് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. പക്ഷേ മിഡ് ക്യാപ്പിന് അങ്ങനെയല്ല. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. OR ആണ്. B പീരീഡിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. POC 12,579 ഭാഗത്താണ്. അപ്പോൾ POCക്ക് ഇന്നത്തെ POCക്ക് ഒന്നും ഒരു മാറ്റം നിങ്ങൾ നോക്കിയറിയാം. 12,579 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. അപ്പോൾ POCക്ക് വലിയൊരു കാര്യമായ ഒരു മാറ്റമൊന്നും ആകില്ല. എന്നെ സംബന്ധിച്ച് 12,651 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ എടുക്കുള്ളൂ. മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് 12,651 മുകളിൽ മാത്രമേ ഒരു ബൈ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോവാം? ഈ ഫസ്റ്റ് ടാർഗറ്റ് 12,713 ഭാഗത്തേക്ക് പോകാം. 12,713 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,771 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റാണ് 12,771 ഭാഗത്തേക്ക്. എത്രയാണ്? അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് 12,713 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം അടുത്ത സെക്കൻഡ് ടാർഗറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് 12,700 R2 എന്ന് പറയുന്നത് 12,775 12,775 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറയാൻ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് 12,651 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,713 12,775 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആയ 12,489 12,489 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ. 12,489 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ. ആ സെല്ലിംഗ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പഴയ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആണ്. 12,000 കൃത്യമായി പറയുകയാണെങ്കിൽ 12,000 നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റേഞ്ച് എന്ന് പറയുമ്പോൾ പഴയ ഒരു റേഞ്ചാണ്. അതിന് താഴെ 12,489 താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പിൽ അടുത്ത വരുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,000 കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഏതാണ് 12,400 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ
12,400 12,400 ഭാഗത്തേക്ക് പറ്റും, 12,400 ഭാഗത്തേക്ക് വരാനും ഫസ്റ്റ് ടാർഗറ്റ്. S2 എന്ന് പറയുന്നത് കൃത്യമായി പറയണമെങ്കിൽ ഈ ഒരു POC ആയ അടുത്ത വാല്യൂ 12,322. S2 എന്ന് പറഞ്ഞാൽ 12,322 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,489 പൊട്ടുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഹെവി ഒരു സെല്ലിംഗ് വന്ന് ആ സെല്ലിംഗ് എങ്ങോട്ട് വരാൻ 12,400 ഭാഗത്തേക്കും 12,322 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ POCക്ക് വലിയ മാറ്റമൊന്നും ബാങ്ക് നിഫ്റ്റിക്ക് കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ റേഞ്ച് ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, ഈ ഒരു കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു ഫ്രഷ് ഈ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയറിയാം ഈ റേഞ്ചിൽ ഒരു മാറ്റവും ഇല്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ 12,520 മുകളിലാണ് എന്നെ സംബന്ധിച്ചുള്ള ബൈ. അപ്പം 55,520 മുകളിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളൊരു സ്പോട്ടിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ക്ലിയർ ആവുന്നല്ലോ. ഇന്നത്തെ POC നിൽക്കുന്നത് 55,229 ഭാഗത്താണ് POC. സോ 55,229 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. പിന്നെ യൂഷ്വലി സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഈ ഒരു 55,500 അത് നീക്കിയെങ്കിൽ തിരിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു ട്രേഡ് സെറ്റപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി ബൈ 55,520 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ബൈ ഉള്ളൂ. ബൈ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,722 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,728 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കുറവ്. 6 എന്ന് പറയുമ്പോൾ ആ ഭാഗമായിരിക്കും. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,815 ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,815 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 55,953 അല്ലെങ്കിൽ 56,000 56,000 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 55,520 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 55,728 55,815 56,000 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,072 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കൂ. എത്രയാണ്? 55,072 താഴെ മാത്രമേ ഞാൻ ഒരു ബെയറിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റി കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ലോവർ ലെവലായ 54,900 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 54,900 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,700 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 55,071 താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,900 54,700 ഭാഗത്തേക്ക് വരാനും 55,520 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,728 815 56,000 ഭാഗത്തേക്കും പോവാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക, ഇന്നത്തെ ഹൈക്ക് താഴെ തന്നെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ POC ആയ 55,229 ഭാഗത്തും നിഫ്റ്റിയെ സംബന്ധിച്ച് 24,434 ഭാഗത്തേക്കും ഒരു മീൻ റിവേർഷൻ തരാനുള്ള ഒരു ചാൻസ് മാർക്കറ്റിന് വളരെയധികം ചാൻസ് ആണ്, കൂടുതലാണ്. പിന്നെ നാളെ വൈകിട്ടാകുമ്പോൾ നമ്മുടെ അമേരിക്കൻ ഇൻഫ്ലേഷനും നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷനും വരുന്നത് കൊണ്ട് അത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ നല്ലൊരു കിടിലൻ മൂവ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ട്രേഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഒരു കിടിലൻ മൂവ്മെന്റ് ഇന്നും നാളെയും കൊണ്ട് നമുക്ക് വരാനുള്ള ചാൻസ് ഇന്ന് വന്നു കഴിഞ്ഞു. അതൊരു തുടക്കമാണോ? 24,800 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് 24,800 വരും എന്ന് പറഞ്ഞ കാര്യം നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു റേഞ്ച് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു 24,623 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POC ഒരു റേഞ്ച് മൺഡേ 28 ജൂലൈ തൊട്ടുള്ള ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ചിന്റെ POC ആയ 24,850 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,625 മുകളിൽ നിഫ്റ്റിയുടെ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 24,850 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് ഞാൻ 24,800 മാർക്കറ്റിൽ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഡെയിലി വ്യൂ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.